BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകളുമായി ഇന്ന് വലിയ പെരുന്നാൾ. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. വാർത്തകളിലേക്ക്. കൊച്ചിയുടെ മുഖമുദ്രയായി അറിയപ്പെടുന്ന തോപ്പുംപടി ഹാർബർ പാലം ഇരുട്ടിലായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. പാലം ഇരുട്ടിലായതോടെ അപകടങ്ങൾ ഇവിടെ പതിവായിരിക്കുകയാണ്. അടുത്തിടെ നടന്ന പാലം നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾക്കിടയിൽ വൈദ്യുതി കേബിൾ മുറിഞ്ഞതാണ് വിളക്കുകൾ തെളിയാതിരിക്കാൻ കാരണമെന്നും പറയുന്നു. 85 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് പൈതൃക പെരുമ പേറുന്ന ഹാർബർ പാലം നവീകരിച്ചത്. നവീകരണത്തിനിടയിലാണ് വൈദ്യുതി കേബിൾ മുറിഞ്ഞതെങ്കിലും കരാറ് കാരണം പരിഹാരത്തിനായി നടപടി സ്വീകരിച്ചില്ല. നവീകരിച്ച പാലം ഉദ്ഘാടനം നടക്കുമ്പോഴും പാലം ഇരുട്ടിലായിരുന്നു. പാലത്തിലെ വിളക്കുകൾ തെളിയാത്തത് സംബന്ധിച്ച നഗരസഭ അധികൃതരെ പൊതുപ്രവർത്തകർ പലതവണ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കേബിൾ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് വൈദ്യുതി വകുപ്പാണെന്നാണ് നഗരസഭ പറയുന്നത്. വൈദ്യുതി ബോർഡ് അധികൃതരാകട്ടെ കേബിൾ മുറിച്ചത് പൊതുമരാമത്തായതിനാൽ അവർ ശരിയാക്കട്ടെ എന്ന നിലപാടിലാണ്. പൊതുമരാമത്ത് അധികൃതരാകട്ടെ നേരെ തിരിച്ചു പഴി പറഞ്ഞ് തലയൂറുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ആക്ഷേപമുണ്ട്. വകുപ്പുകൾ പരസ്പരം പഴിചാരി തടി തപ്പുമ്പോൾ ഹാർബർ പാലം ഇരുട്ടിൽ തുടരുകയാണ്. ഒപ്പം അപകടങ്ങളും പതിവാകുന്നു. പൊതുപ്രവർത്തകൻ ഹാരിസ് അബു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കിഴക്കേക്കടങ്ങല്ലൂർ 52-ാം നമ്പർ അംഗൻവാടി പുനരുദ്ധാരണത്തിനായി പൊളിച്ച 4 വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം നിർമ്മിക്കാൻ നടപടിയില്ല. നിലവിലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാൻ സാധ്യമല്ലെന്ന പഞ്ചായത്ത് എയുടെ റിപ്പോർട്ട് വന്നതോടെ അംഗൻവാടി പൂട്ടേണ്ട അവസ്ഥയിലാണ്. മണിയലിപ്പടിയിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ബലക്ഷയത്തെ തുടർന്ന് 4 വർഷം മുൻപ് പൊളിച്ചത്. സമീപത്തെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ അംഗൻവാടിയുടെ പ്രവർത്തനം. കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇതുമൂലം ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറണമെന്നാണ് ICDS ഓഫീസർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ കുട്ടികളെ അയക്കാൻ രക്ഷകർത്താക്കൾക്കും മടിയാണ്. 2000 രൂപയാണ് സർക്കാർ മാസവാടക ഇനത്തിൽ നൽകുന്നത്. ഈ വാടക മറ്റൊരു കെട്ടിട പ്രദേശത്ത് കിട്ടാനുമില്ല. നിലവിലെ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകാത്തതിനാൽ ഇവിടെ തുടർന്നു പോകാനും കഴിയില്ല. അംഗൻവാടി ജീവനക്കാർ കയ്യിൽ നിന്ന് വൈദ്യുതി ചാർജും ബാക്കി തുകയും നൽകിയാണ് ഇതുവരെ മുന്നോട്ട് പോയത്. പുതിയ കെട്ടിടത്തിന് ഭീമമായ വാടക കൊടുക്കേണ്ടി വരുമെന്നത് ജീവനക്കാരുടെ ബാധ്യതയായി മാറുകയാണ്. 4 വർഷമായി പൊളിച്ച സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം പണിയുമെന്ന പദ്ധതി രേഖയിൽ 3 വർഷമായി പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയുമായില്ല. പഴയ അംഗൻവാടി പൊളിച്ച സ്ഥലം കെട്ടിടം പണിയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീകുമാർ മുല്ലപ്പള്ളി മന്ത്രി വീണ ജോർജിന് പരാതി നൽകി. ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ ഡ്രൈവർ മരിച്ചു. മുടക്കുഴ കളരിക്കൽ വീട്ടിൽ KG മനോജാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 3-ന് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകും വഴി ചുണ്ടക്കുഴി ജംഗ്ഷന് സമീപം കുഴിയിൽ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞായിരുന്നു അപകടം. മനോജ് സമീപമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കാര്യമായ പരിക്ക് കാണാത്തതിനാൽ വീട്ടിലേക്ക് പോയി. അസ്വസ്ഥതയെ തുടർന്ന് വീണ്ടും സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതിന് പിന്നാലെയാണ് മരിച്ചത്. സാഞ്ചു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. ഭാര്യ ബിന്ദു, മക്കൾ ഗോപിക, വേദ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി നഗരത്തിൽ ടാങ്കർ ലോറികളിൽ കുടിവെള്ള വിതരണത്തിന് കരാർ നീട്ടി നൽകിയതിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. പുതിയ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും മേയറുടെ മുൻകൂർ അനുമതിയോടെ ജനുവരിയിൽ കാലാവധി അവസാനിച്ച കമ്പനിക്ക് കരാർ നീട്ടി നൽകിയത് വഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോർപ്പറേഷനുണ്ടായ UDF പാർലമെന്ററി പാർട്ടി ഉപനേതാവ് ഹെൻറി ഓസ്റ്റിൻ ആരോപിച്ചു. ജനുവരി 24-നാണ് കുടിവെള്ള വിതരണത്തിനുള്ള കരാർ അവസാനിച്ചത്. ഫെബ്രുവരി 17-ന് പുതിയ കരാർ നൽകുന്നതിനായി ടെൻഡർ ക്ഷണിച്ചു. ആലുവ, മരട് പ്ലാന്റുകളിൽ നിന്നും വെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനായിരുന്നു കരാർ. ടെൻഡറിൽ പങ്കെടുത്ത സ്റ്റാർ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനി 9122 രൂപ കോട്ട് ചെയ്തു. മറ്റൊരു കമ്പനിയാകട്ടെ 9330 രൂപയും. എന്നാൽ കരാർ കാലാവധി അവസാനിച്ച കമ്പനി ജലവിതരണം നടത്തിയിരുന്നത് 9590 രൂപയ്ക്കായിരുന്നു. പുതിയ ടെൻഡർ വഴി 468 രൂപ കോർപ്പറേഷൻ ലഭിക്കാമെന്നിരിക്കെ 4 മാസമായി പുതിയ കമ്പനിക്ക് കരാർ നൽകാതെ ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിനായി കാലാവധി അവസാനിച്ച കമ്പനിക്ക് പലഘട്ടമായി കരാർ നീട്ടി നൽകി. മേയറുടെ മുൻകൂർ അനുമതിയോടെയാണ് കരാർ നീട്ടിയത്. എന്നാൽ തൊട്ടടുത്ത കൗൺസിൽ മുൻകൂർ അനുമതി സാധൂകരിക്കാൻ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ല.
ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ തീപിടുത്തം. രാവിലെ 12 പൂജയ്ക്ക് മുൻപായി 6:45 തീപിടുത്തമുണ്ടായത്. 12 പൂജ നടക്കുന്നതിനാൽ ഭക്തർ ക്ഷേത്ര ശ്രീകോവിൽ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. കേശാന്തിമാരും കഴകക്കാരും ചേർന്ന് തീ അണച്ചതിനാൽ വൻ അപകടമൊഴിവായി. നിവേദ്യ പാചകം ചെയ്യുന്നതിനിടെയായിരുന്നു തീപിടുത്തം. കാര്യമായ നാശനഷ്ടങ്ങളില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രധാന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം. കൊച്ചി നഗരത്തിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നായ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിന്റെ പുനരുദ്ധാരണം അവസാന ഘട്ടത്തിൽ. മനോഹരമായ നടപ്പാതയും ആധുനിക ലൈറ്റുകളും ആംഫി തിയേറ്ററും കുട്ടികൾക്കുള്ള പാർക്കുമൊക്കെയായി നവീകരിച്ച ചങ്ങമ്പുഴ പാർക്ക് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് GCDA അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാസം അവസാനിക്കും. ജൂലൈയോടെ പാർക്കിലെ സാംസ്കാരിക പരിപാടികൾ പുനരാരംഭിക്കാനാകും. ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി കാത്തിരിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പരിപാടികൾ പുനരാരംഭിക്കാനാണ് സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികളുടെ ആലോചന. ഓഡിറ്റോറിയം നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് സാംസ്കാരിക പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചത്. ചെറിയ പരിപാടികൾ ദിവസവും ഓഫീസ് മന്ദിരത്തോട് ചേർന്ന ചെറിയ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. ജൂണോടെ പണികൾ പൂർത്തീകരിക്കാനായിരുന്നു ശ്രമമെങ്കിലും മഴയും മറ്റും കാരണങ്ങളാൽ വൈകി. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ ധനസഹായത്തോടെ 4 കോടി ചെലവിലാണ് പാർക്ക് നവീകരിക്കുന്നത്. നടപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായി. മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള കാനയുടെ പണികളും പൂർത്തിയായി. ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ ഗാലറിയുടെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പുതുതായി നിർമ്മിക്കുന്ന ആംഫി തിയേറ്ററിന്റെ മേൽക്കൂര സ്ഥാപനം അവസാന ഘട്ടത്തിലാണ്. പ്ലാസ്റ്റിക് മാലിന്യ നീക്കം നിലച്ചതോടെ പശ്ചിമ കൊച്ചിയിലെ തെരുവുകളിൽ മാലിന്യം നിറയുന്നു. ഒപ്പം കളക്ഷൻ പോയിന്റുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. നഗരസഭയുടെ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടിയ അവസ്ഥയിലാണ്. മട്ടാഞ്ചേരി മേഖലാ ഓഫീസ് വളപ്പിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. വീടുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്തിട്ടില്ല. അടിയന്തരമായി പശ്ചിമ കൊച്ചിയിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി വേണമെന്നാണ് ആവശ്യം. മാലിന്യങ്ങൾ നീക്കിയില്ലെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഇടയാക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.